അമിത ഗുണവാനാം നൃപതി ദശരഥനമലനയോധ്യാധിപതി ധർമാത്മാ വീരൻ അമിത കുലവരതുല്യനാം സത്യപരാക്രമനംഗജസമൻ കരുണാരത്നാകരൻ. ആര്യപുത്രൻ എന്താ ശീലായ്മയാണോ? ആകെ ക്ഷീണിതനാണല്ലോ. ആര്യപുത്രന്റെ ശീലായ്മ ശരീരത്തിനല്ല, മനസ്സിനാണ് കൈകേയി. എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ? പെട്ടെന്നല്ലല്ലോ സുമിത്രേ, കാലങ്ങളായുള്ള മനക്ലേശമല്ലേ. ദേവേന്ദ്രൻ പോലും അർത്ഥാസനം നൽകി ആദരിക്കുന്ന ആര്യപുത്രന്റെ മനക്ലേശം മാറ്റാൻ ദേവന്മാർ തന്നെ വരില്ലേ കൗസല്യാദേവി? ദേവന്മാർക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത ദുഃഖങ്ങളുണ്ട് ദേവി കൈകേയി. അനവത്യ ദുഃഖം. അത് പരിഹരിക്കാൻ ഒരു ദേവന്മാർക്കും കഴിയില്ല. സൂര്യവംശ രാജാക്കന്മാർ പുത്രജനനത്തിനായി കഠിനവ്രതം അനുഷ്ഠിച്ച ചരിത്രമുണ്ട്. നാമും അതിനൊരുക്കമാണ്. ആര്യപുത്ര, ഉത്തമ പുത്രജനനത്തിനായി അങ്ങ് ഏത് കഠിനവ്രതം അനുഷ്ഠിച്ചാലും അങ്ങയുടെ ധർമ്മപത്നിമാരായ ഞങ്ങൾ മൂവരും ഒപ്പമുണ്ടാവും. അതെ മഹാരാജൻ, ഞങ്ങൾ ഏത് വ്രതാനുഷ്ഠാനത്തിനും സന്നദ്ധരാണ്. വ്രതാനുഷ്ഠാനത്തിനു മുമ്പ് രാജഗുരു വസിഷ്ഠ മഹർഷിയോട് ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കില്ലേ? അതെ, വസിഷ്ഠ മഹർഷിയെ കാണുക തന്നെ, അദ്ദേഹത്തിന്റെ ഉപദേശം തേടുക തന്നെ. പ്രണാമം ഗുരു. പ്രണാമം മഹാരാജൻ. അയോധ്യാധിപതി പത്നിമാരെയും കൊണ്ട് നമ്മുടെ ആശ്രമത്തിലെത്തുമ്പോൾ അത് രാജകാര്യമല്ല എന്ന് നമുക്ക് ഊഹിക്കാനാകുന്നു. അതെ മഹർഷി, ഇത് രാജകാര്യമോ ദേവകാര്യമോ അല്ല, കുടുംബകാര്യമാണ്. പറഞ്ഞാലും മഹാരാജൻ, നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നാം പരിഹാരം നിർദ്ദേശിക്കാം. കൗസല്യദേവിയെ വരിച്ചത് മുതൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ദുഃഖം, അത് പരിഹരിക്കാൻ കൈകേയിക്കോ സുമിത്രയ്ക്കോ സാധിച്ചില്ല. പുത്രദുഃഖം അല്ലേ? അതെ മഹർഷി, അത് മാത്രമാണ് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ദുഃഖം. അതിനൊരു പരിഹാരം അങ്ങ് കാണണം. പുത്രനില്ലാത്തൊരുവന് ഈ രാജ്യവും സമ്പത്തും ഉണ്ടായിട്ട് എന്താണ് ഉപയോഗം? ഭാര്യാസുഖം പോലും ദുഃഖകരമാണ്. അതെ മഹാരാജൻ, അങ്ങ് പറയുന്നതിൽ സത്യമുണ്ട്. പക്ഷേ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. വൈകിയാണെങ്കിലും അങ്ങേക്ക് പുത്രന്മാരുണ്ടാകും. ഒന്നല്ല, 4 പേർ. 4 സൽപുത്രന്മാരെ കൊണ്ട് ദശരഥ മഹാരാജാവും ഈ അയോധ്യാപുരിയും സമ്പന്നമാകുന്ന നാൾ അതിവിദൂരമല്ല. അതിനായി അങ്ങൊന്ന് ചെയ്യണം. പറയൂ മഹർഷി, എന്ത് ചെയ്യാനും നാം ഒരുക്കമാണ്. പറഞ്ഞാലും. യാഗം ചെയ്യണം, പുത്രകാമേഷ്ടി യാഗം. അതിന് വിഭാണ്ഡകന്റെ പുത്രനായ ഋഷ്യശൃംഗനെ വരുത്തണം. അങ്ങനെ ആ യാഗം കഴിയുന്നതോടെ അങ്ങേക്ക് പുത്രന്മാരുണ്ടാകും. ഈ വ്യസനമെല്ലാം അകലും. പ്രണാമം മഹർഷേ. അങ്ങേ പോലെ ഒരു മഹാഋഷിവര്യൻ ഇരുന്നരുളുന്ന ഈ അയോധ്യയിൽ വെറും യജ്ഞാചാര്യനായ നമ്മെ ക്ഷണിച്ചതിന്റെ കാരണമാണ് വന്ന നാൾ തൊട്ട് നാം ചിന്തിക്കുന്നത്. ഇന്ദ്രകോപത്താൽ വരണ്ടുണങ്ങിയ അംഗരാജ്യത്ത് മഴ പെയ്ച്ച അങ്ങയുടെ കീർത്തി, അതാണ് അടിസ്ഥാനം. അനപത്യ ദുഃഖത്താൽ നീറിപ്പോയ അയോധ്യാധിപന് പുത്രോൽപത്തിയുടെ മഴ ചൊരിയാൻ അങ്ങേക്കേ സാധിക്കൂ എന്ന് നാം വിചാരിച്ചു. നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് മഹാരാജാവ് അങ്ങയെ ക്ഷണിച്ചു വരുത്തിയത്. പ്രണാമം മഹർഷി. പ്രണാമം. നമ്മുടെ മനസ്സിൽ ആനന്ദം കളിയാടുകയാണ്. ഈ അയോധ്യയെ നിത്യാനന്ദം പകരുന്നതിനായി നമുക്ക് സത്പുത്രൻ ജനിക്കുന്നുവെന്ന് സ്വപ്നദർശനം ഉണ്ടായിരിക്കുന്നു. അശ്വമേധയാഗം
ശുഭകരവും ഫലദായകവുമാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഇതാ യാഗശാലയിൽ പുത്രകാമേഷ്ടി അതിൻ്റെ ഫലപ്രാപ്തിയോടടുക്കുന്നു. അയോധ്യാധിപതിക്ക് തീർച്ചയായും സൽപുത്രൻ ജനിക്കുന്നതാണ്. അതിനുള്ള ദേവനിയോഗം ഇന്നു തന്നെ ഉണ്ടാകും. അല്ലയോ മഹാരാജൻ, നാം ബ്രഹ്മദൂതൻ. പ്രജാപതിയായ ബ്രഹ്മദേവൻ അങ്ങയുടെ പുത്രശോകത്തിന് പരിഹാരം കാണാൻ നമ്മെ അയച്ചിരിക്കുകയാണ്. അങ്ങേക്ക് നമസ്കാരം. ഇക്കാര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? മഹാരാജൻ, അങ്ങയുടെ യാഗത്തിലും പൂജകളിലും ദേവന്മാർ പ്രസാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ സത്ഫലം അങ്ങയ്ക്ക് സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേവദത്തമായ ദിവ്യപായസമാണിത്. അങ്ങയുടെ ഭാര്യമാർക്ക് നൽകണം. അതിലൂടെ അവർക്ക് വംശരക്ഷകരായ പുത്രന്മാർ ജനിക്കുന്നതാണ്. ഇതാണ് അയോധ്യയുടെ സ്വപ്ന സാഫല്യത്തിന് ദൈവദത്തമായി ലഭിച്ച പായസം. വരൂ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നാം തന്നെ ഇത് നൽകുന്നതാണ്. പ്രഭു, അയോധ്യയുടെ സ്വപ്നം സഫലമാകട്ടെ. ദേവനിയോഗം സാർത്ഥകമാകട്ടെ.